പൂത്തുലഞ്ഞ പൂമരങ്ങൾ കൊണ്ട് മനസ്സിനെ കുളിരണിയിക്കുന്ന പ്രകൃതി രമണീയത. പ്രകൃതിയിലെ ഓരോ കാഴ്ചകൾ എന്നും അത്ഭുതം നിറഞ്ഞതാണ്. നമുക്ക് ചുറ്റുമുള്ള ഓരോ ജീവജാലങ്ങൾക്കും അവരുടേതായ കഴിവുകളുണ്ട്. പ്രകൃതിയെ സ്നേഹിക്കുകയും അറിയുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ കർഷകൻ. കൃഷി എന്നു പറയുന്നത് മണ്ണിലെ ജീവൻ്റെ തുടിപ്പാണ്. കൃഷി എന്നു പറയുന്നതും ഒരു കല തന്നെയാണ്. നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യനും അത് കാണാനും അറിയാനും ഇഷ്ടപ്പെടുന്നു. മറ്റ് കലാരൂപം എന്ന പോലെ തന്നെ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കലയാണിത്. അങ്ങനെ വളരെ ആസ്വദിച്ച് ചെയ്യുന്ന വ്യത്യസ്തനായ ഒരു കർഷകനെ നമുക്ക് പരിചയപ്പെടാം. സണ്ണി ജേക്കബ് പറപ്പള്ളിയിൽ. അദ്ദേഹം നല്ലൊരു കർഷകനാണ്, അതിലുപരി അധ്യാപകനും എഴുത്തുകാരനും കൂടിയാണ്. അദ്ദേഹം ചെയ്യുന്ന തേനീച്ച കൃഷിയിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷിഹാബ് ആലിഫ് കാഞ്ഞിരപ്പള്ളി, എൻ്റെ നാടിൻ്റെ കലാകാരൻ. ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി സെൻറ് ആൻ്റണീസ് കോളേജിലെ ചരിത്ര വിഭാഗം മേധാവിയും കൃഷിക്കാരനും എഴുത്തുകാരനും ഒക്കെയായ സണ്ണി പറപ്പള്ളിയിൽ സാറാണ്. സാറേ നമസ്കാരം. നമസ്കാരം. സാറിൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്, കൃഷിയെപ്പറ്റി അറിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ സാർ പഠിപ്പിച്ച ഒരുപാട് കുട്ടികൾ കാഞ്ഞിരപ്പള്ളിയിലും അതിൻ്റെ മേഖലകളിലുണ്ട്. കൂടാതെ വിദേശ രാജ്യങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഈ സമയത്തിനുള്ളിൽ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ കൃഷിക്ക് എപ്പോൾ സമയം കണ്ടെത്തും? അത് എന്നോട് പലരും ചോദിക്കുന്ന ചോദ്യമാണ്. ഈ കുടുംബകാര്യങ്ങളിലും ജോലിയും കഴിഞ്ഞ് എപ്പോഴാണ് കൃഷിക്ക് സമയം കണ്ടെത്തുക? നമുക്ക് 24 മണിക്കൂറാണ് ഒരു ദിവസത്തിനുള്ളത്. ഇഷ്ടം പോലെ സമയമുണ്ട്. നമ്മൾ വേസ്റ്റ് ആക്കുന്ന സമയം മാത്രം മതി നമ്മൾ കൃഷി ചെയ്യാൻ. അങ്ങനെയാണ് ഞാൻ എൻ്റെ എല്ലാ കൃഷികളും ചെയ്യുന്നത്. അതിൽ മുഖ്യമായ കൃഷി എന്ന് പറയുന്നത് എല്ലാ കൃഷികളും ഉണ്ട്. തേനീച്ച കൃഷി 20 ചില്ലുവാനും വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം പറയാൻ മറന്നുപോയി. തേനീച്ച കൃഷിയെ കുറിച്ച് അറിയാൻ വേണ്ടി തന്നെ ആദ്യം ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പം സാറിൻ്റെ ഈ കഴിവുകൾ ഇതെല്ലാം നമ്മൾ ഒരു എപ്പിസോഡിൽ മാത്രമായിട്ട് ഒതുങ്ങത്തില്ല. അപ്പോൾ 3 വിഭാഗങ്ങളായിട്ട് ചിത്രീകരിക്കാനാണ്, 3 വിഭാഗങ്ങളായിട്ട് നമ്മുടെ ഓഡിയൻസിലേക്ക് എത്തിക്കാനുമാണ് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ വളരെ പ്രധാനമായ ഇന്നത്തെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ തേനീച്ച കൃഷി കുറിച്ച്. അപ്പോൾ തേനീച്ചയുടെ ഒരു തുടക്കം മുതൽ അതിൻ്റെ ഒരു പൂർണ്ണത വരെയുള്ള കാര്യങ്ങൾ ആധികാരികമായിട്ട് പറയാൻ എനിക്ക് ഒട്ടും അറിയില്ല. അതുകൊണ്ട് അത് നമ്മൾ അതിൻ്റെ ഒരു വിഷ്വൽ കാണിച്ചുകൊണ്ട് തന്നെ നമുക്ക് അതിലേക്ക് പോകാം. പിന്നെ കുടുംബത്തെ പറ്റി പറയാം. മക്കള്, ഭാര്യ. എൻ്റെ ഭാര്യ പുള്ളിക്കാരി ഹയർ സെക്കൻഡറി അധ്യാപികയാണ്, കാഞ്ഞിരപ്പള്ളി തന്നെ. മക്കള് 2 പേരാണ്. മോള് കൽക്കട്ട ഖരഗ്പൂർ IIT PhD ചെയ്യുകയാണ്. മോള് ആർക്കിടെക്റ്റ് ആണ്. ആർക്കിടെക്ചർ പഠിച്ചപ്പോൾ അതിനകത്ത് PhD ചെയ്തു. മോളുടെ പേര് ആഷ്ലി അഗസ്റ്റിൻ. മോന് കുസാറ്റില് MSc മറൈൻ സയൻസ് അഥവാ MSc മറൈൻ ജിയോ ഫിസിക്സ് എന്ന കോഴ്സിന് PG ചെയ്യുന്നു. അതാണ് ഞങ്ങളുടെ കുടുംബം. ടീച്ചർ പഠിപ്പിക്കുന്നത് ടീച്ചർ ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി AKJ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. സെന്റ് തോമസ് ഹയർ സെക്കൻഡറിയിൽ നിന്ന് റിട്ടയർ ആയതാണ്. അവിടെ കൊമേഴ്സ് അധ്യാപികയായിരുന്നു. ഇപ്പോൾ ഗസ്റ്റായിട്ട് ഇവിടെ പോകുന്നുണ്ട്. പുതിയ പുസ്തകങ്ങളൊക്കെ ഇപ്പം ഉടനെ എഴുതുന്നുണ്ട്. ഞാനൊരു ഇപ്പോൾ കുറച്ചായിട്ട് ഈ കോവിഡ് കഴിഞ്ഞപ്പോൾ എൻ്റെ എഴുത്തുകൾ മൊത്തത്തോടെ കുറഞ്ഞു. അപ്പോൾ വായനാശീലം കുറഞ്ഞു. എല്ലാവരും ഓൺലൈൻ റീഡിങ്ങിലേക്ക് മാറി. അതുകൊണ്ട് ഇപ്പം എഴുതുന്നില്ല. ഇനി എനിക്കൊരു പുസ്തകം എഴുതാൻ നിൽപ്പുണ്ട്. തേനീച്ച കൃഷിയെ കുറിച്ചൊരു ആധികാരിക ഗ്രന്ഥം എഴുതണമെന്ന് എനിക്കൊരു എൻക്വയറി വന്നിട്ടുണ്ട്. നല്ല പ്രസാദകരെ കിട്ടുകയാണെങ്കിൽ ഞാൻ എഴുതും. പിന്നെ നമ്മുടെ നെരുപ്പേലച്ചനെ കൊണ്ട് സെന്റ് ആന്റണീസ് കോളേജിന്റെ നമ്മുടെ കാഞ്ഞിരപ്പള്ളി മേഖലയിലെ നെരുപ്പേലച്ചനെ കുറിച്ച് നെരുപ്പേലച്ചൻ എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അച്ഛനെ കുറിച്ച്. ഒന്ന് അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അച്ഛൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് നല്ല മനോഹരമായ വർണ്ണ പുസ്തകം എഴുതി. പിന്നെ അച്ഛൻ മരിച്ചതിന് ശേഷം ഒരു സ്മരണിക പോലെ സെന്റ് ആന്റണീസ് കോളേജിന്റെ ആവശ്യപ്രകാരം വളരെ മനോഹരമായി ഞാനൊരു പുസ്തകം കൂടി ചെയ്തു. അച്ഛനെ കുറിച്ച് 2 നല്ല പുസ്തകങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ അച്ഛൻ്റെ അനുഭവങ്ങളും അച്ഛൻ്റെ ജീവിത രീതികളെ പറ്റിയൊക്കെ എഴുതിയ ആ ഒരു സാഹചര്യം അത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നത്? തീർച്ചയായിട്ടും ഭാഗ്യമായിട്ട്. കാരണം ഞാൻ അച്ഛനെ കുറിച്ച് ആദ്യം ഒരു പുസ്തകം എഴുതിയിരുന്നു. ആ പുസ്തകം എഴുതിയത് കണ്ടിട്ടാണ് എന്നെ ഒരു പ്രസാദകർ വിളിക്കുന്നതും പിന്നെ തുടർച്ചയായിട്ട് ഞാൻ അവർക്ക് വേണ്ടി എഴുതുന്നതും. അത് ആ നിമിഷങ്ങളിൽ എഴുതാൻ കിട്ടിയ ഒരു ഭാഗ്യം
ദൈവത്തിന്റെ ഒരു വലിയ അനുഗ്രഹം. തീർച്ചയായിട്ടും അച്ഛന്റെ പുസ്തകം ഞാൻ എഴുതി അതിന് മോഡലായിട്ട് കാണിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് മറ്റൊരു ജനറൽ ബുക്സ് എഴുതാൻ അവർ ചിലപ്പോൾ അനുവാദം തന്നു വരികയില്ല. ഞാൻ സ്വന്തം പേരിൽ 3 പുസ്തകങ്ങളും DC ബുക്സിന് വേണ്ടി പല പാർട്ടായിട്ടും ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി വരുന്ന ഒരു വിഭാഗത്തില് എഴുത്തുകളെ കുറിച്ച് പറയണം, കൃഷിയെ കുറിച്ചും പറയണം. ഇപ്പൊ നമ്മള് തേനീച്ച കൃഷി കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് പോയാലും തേനീച്ച കൃഷി ഞാൻ പറഞ്ഞു 20-23 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൃഷി തുടങ്ങിയതാണ്. അതിന് കാരണമുണ്ട്. ഞാനൊരു ഡോക്ടറുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഡോക്ടർ എൻ്റെ മോളുണ്ടായ കാലമാണ്. കുറച്ച് തേൻ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു കൊച്ചിന് ഈ ജലദോഷമൊക്കെ വരുമ്പോൾ. ഞാൻ എൻ്റെ സ്വാഭാവികമായി ചോദിക്കും, എവിടെ കിട്ടും ഡോക്ടറെ നല്ല തേൻ? ഡോക്ടർ പറഞ്ഞ ഡയലോഗാണ്, നല്ല തേൻ കിട്ടണമെങ്കിൽ സ്വന്തം കൃഷി ചെയ്യണമെന്ന് പറഞ്ഞു. നല്ല തേൻ കിട്ടണമെങ്കിൽ 100% നല്ല തേൻ കിട്ടണമെങ്കിൽ സ്വന്തം കൃഷി ചെയ്യണം. ഇപ്പം ഞങ്ങളൊക്കെ ചെയ്യുന്ന എല്ലാം സ്വന്തം തേൻ, നല്ല തേൻ ഒറിജിനലാണ്. പക്ഷെ അതിലും രസകരമായിട്ടാണ് ഡോക്ടർ പറഞ്ഞത്. ആ തേൻ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു പ്രോത്സാഹനമായിട്ട് കിട്ടി. ഞാൻ ഉടനെ തന്നെ നമ്മുടെ ഭാരതോട് മലനാടിലായിട്ട് കോൺടാക്ട് ചെയ്തു. അവിടെ പോയി ട്രെയിനിങ് എടുത്തു. ഞാൻ സ്വന്തം കൃഷി തുടങ്ങിയതാണ്. ഇന്ന് അത് വ്യാപിച്ച് ഞാനിപ്പോൾ ഈ മേഖലയിലൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഈ വിക്കത്തോട് മേഖലയിലൊക്കെ ഒത്തിരി ആൾക്കാർ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് തേനീച്ച കൃഷിയായിട്ട് ബന്ധപ്പെട്ടൊരു സൊസൈറ്റി തന്നെ ഞങ്ങൾ ഫോം ചെയ്തിട്ടുണ്ട്. ഞാനിതിന്റെ സെക്രട്ടറിയാണ്. ഞങ്ങൾക്ക് അതിനകത്തൊരു 40-50ഓളം കർഷകരുണ്ട്. നല്ല കർഷകർ, 10-50ഉം 100ഉം പെട്ടി കൃഷി ചെയ്യുന്ന കർഷകരുണ്ട്. എനിക്ക് ഈ ആദ്യം പറഞ്ഞ പോലെ സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ പെട്ടിയുടെ എണ്ണം കുറച്ച് വെച്ചിരിക്കുകയാണ്. എന്നാലും മിനിമം ഒരു 200 കിലോ തേൻ ഞാൻ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതെന്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കളുമായിട്ടുള്ളവർക്ക് മാത്രം ഞാൻ വിൽക്കുകയും ചെയ്യും. അങ്ങനെയാണ് വിറ്റ് പോകുന്നത്. ഇനി നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് തേനീച്ചയുടെ ഒരു വിഷ്വൽ നമുക്കൊരു പെട്ടി കാണാം. തേനീച്ച കൃഷി ചെയ്യുമ്പോൾ അവയ്ക്ക് വേണ്ടുന്ന പൂമ്പൊടിയും പൂന്തേനും നമ്മുടെ പരസ്യങ്ങളിൽ തന്നെ നമ്മൾ നിർമ്മിച്ചു കൊടുക്കണം. ഉദാഹരണത്തിന് ഇങ്ങോട്ട് നോക്കുക, നമ്മുടെ 8 മണി ചെടിയാണിത്. ഞാനൊരു ചട്ടിക്കകത്ത് തന്നെ ബോഗൺവില്ലയുടെ ചട്ടിയിലാണ് വളർത്തുന്നത്. ഇഷ്ടംപോലെ പൂക്കളുണ്ട്. കണ്ടോ, ചെറുതേൻ പാറി നടക്കുന്നുണ്ടോ? ഇത് രാവിലെ 8 മണി തൊട്ട് ഇവരിങ്ങനെ ഇതേന്നുള്ള പൂമ്പൊടി മുഴുവൻ എടുത്തുകൊണ്ടിരിക്കും. ഇങ്ങനെ പൂക്കൾ നമ്മൾ ധാരാളമായിട്ട് വെച്ച് പിടിപ്പിച്ച് വളർത്തിയെടുക്കണം. ഇതിനകത്തെല്ലാം നമുക്ക് കൃത്യമായിട്ടും കാണാം പൂമ്പൊടി നിറഞ്ഞു നിൽക്കുന്നുണ്ടോ? ഇതുപോലെ ഇരിക്കും. എൻ്റെ ചുറ്റും ഈച്ചകൾ വരുന്നുണ്ട്. ഇതിപ്പോൾ ഈച്ചകൾ കുറഞ്ഞാണ്. സമയം ഇപ്പം ഒരു 10:30 കഴിഞ്ഞപ്പോൾ രാവിലെ 8-8:15 ഇവിടെ നിറഞ്ഞു വരുന്നത്. ഇങ്ങനെ വലിയ പാടൊന്നുമില്ല. നമുക്ക് ചട്ടിക്കകത്ത് വളർത്തിക്കൊണ്ടാൽ മതി. സാറേ, ഈ തെങ്ങിൻപൂക്കലെ വരുന്ന കാര്യം കൂടെ ഒന്ന്. ഇത് കണ്ടോ, തെങ്ങിൻപൂക്കല വിരിയുമ്പം ഇഷ്ടംപോലെ തേനീച്ചകൾ വന്ന് അതിൻ്റെ പൂമ്പൊടി നൂർന്നുകൊണ്ടേ പോകും. ഇപ്പോൾ എൻ്റെ ഈ പൂക്കല കഴിഞ്ഞ ദിവസം വിരിഞ്ഞതാണ്. കണ്ടോ, ചെറുതേനും ഉണ്ട്, വൻതേനും ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെ എല്ലാം വന്ന് പാറി നിൽക്കുന്നുണ്ടോ? ഇങ്ങനെ തെങ്ങുകൾ വേണം തേനീച്ചയ്ക്ക്, എന്തായാലും നല്ല പൂമ്പൊടി കിട്ടുകയുള്ളൂ. ഇതിൽ കൂടുതലും വന്നിരിക്കും അല്ലേ? പിന്നെ തെങ്ങുംപൂവിലാണ് ഏറ്റവും കൂടുതൽ ഈച്ച വന്നിരിക്കുന്നത്. തെങ്ങുംപൂവിൻ്റെ ഗുണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇത് വിരിഞ്ഞുകൊണ്ടേ ഇരിക്കും. ഒറ്റപ്പൂവല്ലല്ലോ, പലതും വിരിഞ്ഞുകൊണ്ടേ ഇരിക്കും. ഇത് കണ്ടോ, ഈച്ചിരിക്കുന്നുണ്ടോ? തേനീച്ചിരിക്കുന്നുണ്ടോ? മനോഹരമായിട്ട് അവരവിടെ നിന്ന് പൂമ്പൊടി ശേഖരിക്കുകയാണ്. കാലക്കൂടെ ഇവരൊക്കെ കാലക്കൂടെ പൂമ്പൊടി ഇരിക്കുന്നുണ്ടോ? ഇത് കണ്ടു മുകളിൽ കൂടെ എല്ലാം 2 കൂട്ടരും വാശിക്കാണ് പൂമ്പൊടി ശേഖരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ചെടിയേക്കാൾ കൂടുതൽ ഇതിലേക്ക് വരും. തെങ്ങുണ്ടെങ്കിൽ മതി. നല്ല വളർച്ചയാണ് തേനീച്ചയ്ക്ക്. ഏറ്റവും കൂടുതൽ തെങ്ങാണ് വരേണ്ടത്. അപ്പം നമ്മൾ സാധാരണ ചെടികളിൽ നിന്നും ഇത് തെങ്ങിൻ പൂക്കലേന്ന് കൂടുതൽ തെങ്ങിൻ പൂക്കൾ കാണാനും എപ്പോഴും പൂക്കളായിരിക്കും. പൂക്കൾ വിരിഞ്ഞുകൊണ്ടേ ഇരിക്കും. ഈ ഓരോ കുഞ്ഞുങ്ങളും വിരിഞ്ഞുകൊണ്ടിരിക്കും. ഇതേന്ന് പൂമ്പൊടി മാത്രമേ ഉള്ളൂ. പൂന്തേൻ കിട്ടുകയില്ല. പൂന്തേൻ കിട്ടുന്ന വേറെ ചെടികളുണ്ട്, ഞാൻ കാണിച്ചു തരാം. തേനീച്ച കർഷകർ തേനീച്ചയ്ക്ക് പൂന്തേൻ കിട്ടാൻ വേണ്ടി നട്ട് വളർത്തേണ്ട ഒരു ചെടിയാണ് നമ്മുടെ പൂക്കപ്പ എന്ന് പറയുന്നത്. പലരും പറയും ഈ കപ്പയ്ക്ക് കിഴങ്ങുണ്ടാകുകയില്ല, ഇതിങ്ങനെ വിരിഞ്ഞ് കിടക്കുകയേ ഉള്ളൂ. ഇത് നമ്മുടെ പുറമ്പോക്കുകളിലും ഉപയോഗശൂന്യമായ സ്ഥലങ്ങളിലൊക്കെ നട്ടുപിടിക്കുക. ഇതിനകത്ത് നിറച്ച് നെക്ടറാണ്, തേനാണ് ഉണ്ടാകുന്നത് ഇതിനകത്തൂടെ. ഇതൊരു 11:30 ആകുമ്പോൾ എല്ലാ ദിവസവും 11:30 ആകുമ്പോൾ വിരിയും. ഈ ചെടി മുഴുവൻ നിറച്ച് പൂന്തേൻ നുകരാൻ വേണ്ടി വരും. ഇത് കണ്ടോ, ഇത് വേറെ തരം ചെടിയാണ്. ഇതിനകത്തും പൂന്തേനാണുള്ളത്. ഈ ചെടിയിരിക്കുന്നുണ്ടോ? എനിക്ക് വേണമെങ്കിൽ പിടിക്കാനൊക്കെ അറിയാം. ഞാനുമായിട്ട് വലിയൊരു ലോഹ്യമല്ല. അതുകൊണ്ടോ വെട്ടി തുറക്കുമ്പോൾ എൻ്റെ മേത്തൊക്കെ വന്നിരിക്കും അവർ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഓരോ കുത്തും വെച്ച് തരും. നന്നായിട്ട് ഒത്തിരി വന്ന് ചേരുന്നുണ്ടല്ലോ. എപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കും. 2 കൂട്ടരുണ്ട്, ചെറുതേനും കൊണ്ട് വരുന്നത്. ഇതിനകത്ത് പൊടിയല്ല, പൂന്തേനാണുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു ഭാഗമാണ്, ഞാൻ അത് കാണിച്ചു തരാം. അതുകൊണ്ടോ, അതിൽ മാവേ കയറ്റിയിട്ടിരിക്കുകയാണ് ആ ചെടികൾ. അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ പൂന്തേൻ ശേഖരണമാണ് അവരുടെ പരിപാടി. അപ്പം ഈ വൈകിട്ട്
അസ്തമിക്കുന്നതിന് വരെ ഈച്ചയിലുണ്ടാവും. ഇമാരുണ്ടാവും. അപ്പൊ ഇതിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള പൂമ്പൊടിയും അവർക്ക് ആവശ്യമുള്ള പൂന്തേനും അവർ കൊണ്ടുപോകും. സാറേ, ഇപ്പോൾ ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പം ഇത് തൊട്ടടുത്ത് ഇല്ലാത്തവര് കാണുമല്ലോ, കൃഷി ചെയ്യുന്നവര്, പൂവയില ഇങ്ങനെ സൗകര്യങ്ങള്, ചെടികള്, ഈ പൂക്കപ്പ, അതില്ലാത്തവരായി സാരമില്ല. ഒരു ഈ വൻതേന് 1 കിലോമീറ്റർ എയർവേസ് പറന്നു പോകുന്നതാണ് ശാസ്ത്രീയ നിഗമനം. 1 കിലോമീറ്റർ റോഡല്ല, 1 കിലോമീറ്റർ എയർവേസ്. അപ്പൊ നമ്മുടെ റോഡിൽ കിടന്നാൽ 3 കിലോമീറ്റർ ദൂരം കാണും. അത്രയും ദൂരെയുള്ള പൂമ്പൊടിയും പൂന്തേനും ഇവ എടുത്തുകൊണ്ട് വരും, ശേഖരിച്ച്. ചെറുതേൻ പക്ഷേ ഒരു 100 മീറ്റർ കൂടുതൽ, 200 മീറ്റർ കൂടുതൽ പോവുകയില്ല. മറ്റൊരു 1 കിലോമീറ്റർ കൂടുതൽ യാത്ര ചെയ്ത് അപ്പം ആ ഭാഗത്തുള്ള എല്ലാ പൂമ്പൊടികളും പൂന്തേനും അവര് എടുത്തുകൊണ്ട് വരും. തിരിച്ച് അതാത് പെട്ടി വന്ന് കയറി 1 കിലോ കൂട് മാറി കയറിയല്ല. അപ്പൊ സാറേ, ഞങ്ങൾക്ക് വേണ്ടി ഒരു പെട്ടിയിൽ ഇങ്ങോട്ട് കാണിച്ചു തരത്തില്ലേ? കാണിച്ചു തരാം. അതിന്റെ വിപണനം വളർച്ചയും കാണിച്ചു തരാം. ഞാൻ വളർത്തുന്ന അനവധി പെട്ടികൾ ഈ ഭാഗത്തും പല ഭാഗങ്ങളായിട്ട് ഇരിപ്പുണ്ട്. അതിലൊരു പെട്ടി ഞാൻ ഇന്ന് ഡെമോ ചെയ്ത് കാണിക്കാം. നമ്മളിതിനെ മൂടി മാറ്റുകയാണ്. ഇതാണ് പെട്ടിയുടെ ഒരു ഭാഗം അടപ്പ്. വളരെ ശ്രദ്ധിച്ച് ശാന്തമായിട്ട് വേണം നമ്മൾ എടുക്കാൻ, ഇല്ലെങ്കിൽ ഈച്ച കുത്തും. അതുപോലെ ഇവർക്ക് നോവാതിരിക്കാനും, ഇവർക്ക് നോക്കരുത്. ഇത് ഞാൻ ഫീഡ് കൊടുക്കാൻ വേണ്ടിയൊക്കെയായിട്ട് സൗകര്യത്തിന് വെച്ചിരിക്കുന്ന ഒരു പെട്ടിയാണ്. അതങ്ങ് മാറ്റുകയാണ്. ഇതിനകത്താണ് നമ്മൾ പഞ്ചസാരപ്പാന മഴക്കാലത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ആ സമയത്ത് പൂമ്പൊടി കിട്ടാഞ്ഞിട്ട്, പൂമ്പൊടിയും തേനും കിട്ടാതെ വരുമ്പോൾ നമ്മളിത് ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇവർക്ക് അപ്പടി ക്ഷാമമായിരിക്കും. ഒരു തേനീച്ചപ്പെട്ടിയുടെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഇതാണ് ബ്രൂഡ് ചേമ്പർ. ഇതിനകത്താണ് റാണിയും ആയിരക്കണക്കിന് ഈച്ചകളും വസിക്കുന്നത്. ഒരു കൂട്ടിൽ ഒരു റാണി മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. രണ്ടാമത് റാണി വിരിയാണെന്ന് കണ്ടാൽ നിലവിലുള്ള റാണി ഏകദേശം 50% ഈച്ചകളുമായിട്ട് അവൾ കൂടി വിട്ടുപോകും. അത് പ്രകൃതി നിയമം, വംശവർദ്ധനം എന്ന പ്രകൃതി നിയമം. അപ്പോൾ ഒരു കൂട്ടിൽ ഒരിക്കലും ഒന്നിക്കുള്ള റാണികൾ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടെങ്കിൽ നിലവിലുള്ള റാണി ഒരു സംഘം കൂട്ടുകാരെയും കൂട്ടി അവർ പറന്നു പോകും. ഒരു പെട്ടിയിൽ 3 തരം ഈച്ചകളാണുള്ളത്. ഒന്ന് റാണി ഈച്ച, അതാണ് ഈ മുട്ട മുടിയിട്ട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നത്. രണ്ടാമത് വേലക്കാരി ഈച്ചകൾ എന്ന് പറയും, വർക്കേഴ്സ് ബി. അവരാണ് ഈ തേൻ കൊണ്ടുവരുന്നതും ഈ കൂട് സംരക്ഷിക്കുന്നതും സർവ്വ പണിയും ചെയ്യുന്നവരാണ്. മൂന്നാമത് ഈച്ചയാണ് മെയിൽ ഡ്രോൺ ബീസ് എന്ന് പറയും, അതായത് ആണീച്ചകൾ. അവരിപ്പോൾ ആണീച്ച വിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സീസൺ തൊട്ട് ആണീച്ച വിരിയുന്നത്. അവർക്ക് വേറെ പണിയൊന്നുമില്ല, ചുമ്മാ തിന്നും കുടിച്ച് അവിടെ ഇരിക്കുക, പിന്നെ റാണിയായിട്ട് മേറ്റിങ്ങിന് പോവുക. അതാണ് ഒരു റാണി. പുതിയ റാണി നമ്മൾ ഓടി വിരിച്ചു കഴിയുമ്പോൾ ഒരു പുതിയ റാണി 15-16 മുഖം ജനിക്കും. 16 മുഖം ജനിക്കുന്ന റാണി വീണ്ടും 7 ദിവസം കഴിയുമ്പോൾ മേറ്റിങ്ങിന് പോകും. ഏകദേശം വൈകുന്നേരം തെളിവുള്ള ദിവസമാണെങ്കിൽ ആ ദിവസം മുകളിലേക്ക് പറന്നു പോകും. ഒരു 500 അടി 500 മീറ്ററോളം ഒക്കെ മുകളിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. 500 മീറ്ററോളം പോകും. എന്നിട്ട് അപ്പോൾ അവിടെ അനവധി ആൺ ഈച്ചകൾ വരും. ഈ ആണീച്ചയുമായിട്ട് അവർ മേറ്റിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ റാണി തിരിച്ചു പോരും. ചിലപ്പോൾ ഒന്നോ അതിൽ കൂടുതലോ ആണീച്ചയുമായിട്ട് ഒരേ സമയത്ത് മേറ്റിംഗ് ഉണ്ടാവും. തിരിച്ചു വന്നാൽ പിന്നെ ആ റാണി ഒരിക്കലും കൂട്ടിന്ന് പോകുകയില്ല. 1 ടൈം, ജീവിതത്തിൽ ഒരു തവണ മാത്രമേ റാണി മേറ്റിങ്ങിന് വേണ്ടി മാത്രമേ പുറത്തു പോകുള്ളൂ. പിന്നെ ഫുൾ ടൈം വരെ തിരിക്കുകയാണ്. ശാസ്ത്രീയ പഠനങ്ങളിൽ നമ്മുടെ പോലത്തെ ഈ വളർത്തുന്ന ഈച്ചകളെ ഒരു ദിവസം മിനിമം ഈ റാണി 750 കൂടുതൽ മുട്ടകൾ ഇടുമെന്നാണ് പറയുന്നത്. അതായത് ഇനി വരാൻ പോകുന്ന സീസണിൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ ഏറ്റവും നല്ല വളർച്ചാഘട്ടം. അക്കാലത്ത് ഒരു ഈച്ച 750 മേൽ മുട്ടകളെ ഇടും. അപ്പോൾ അതിനെ പരിപാലിക്കാൻ വേണ്ടി തന്നെ ഒരു 14-15ഓളം ഈച്ചകൾ ഈ റാണിയെ ചുറ്റിപ്പറ്റി എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. റാണിക്ക് റോയൽ ജെല്ലി എന്ന് പറയുന്നൊരു പ്രത്യേകതരം ഭക്ഷണമാണ് ഇവർ കൊടുക്കുന്നത്. അതായത് 14 ദിവസം പ്രായമുള്ള ഒരു പെണ്ണീച്ചയുടെ തലേന്ന് ഊറി വരുന്ന ഒരു തരം ലാഭം. നമ്മളൊക്കെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ അതാണ് ഏറ്റവും കട്ടിയാകാൻ. അതിങ്ങനെ പുറമേ കൊടുത്തുകൊണ്ടേയിരിക്കും. അതാണ് റോയൽ ജെല്ലി. ഈ റോയൽ ജെല്ലി കൊടുത്താണ് റാണിക്ക് ജീവൻ വെപ്പിക്കുന്നതും ധൈര്യം വെക്കുന്നതും ഈ മുട്ടയിടിക്കാനുള്ള വിറ്റാമിൻ എല്ലാം കൊടുക്കുന്നത്. അതിനെ സംരക്ഷിക്കാൻ വേണ്ടി എപ്പോഴും ഒരു 14-15 ഈച്ചകൾ വട്ടം നിൽക്കും. അപ്പോൾ അതാണ് ഈ ഒരു കൂടിൻ്റെ പ്രത്യേകത. ഇനി ഞാൻ മുമ്പ് പറഞ്ഞു, ഇതാണ് ബ്രൂഡ് ചേമ്പർ. ഈ ബ്രൂഡ് ചേമ്പറിലാണ് മുട്ടയിടുന്നതും കുഞ്ഞുങ്ങളുണ്ടാവുന്നതും വിരിയുന്നതുമല്ല. ഒരു ഈച്ചയുടെ സാധാരണ ഇതിലൊരു ഈച്ചയുടെ ആയുസ് എന്ന് പറയുന്നത് 55 ദിവസങ്ങളാണ്. അത് വർക്ക് അനുസരിച്ച് ചിലപ്പം 5 ദിവസം മുന്നോട്ടാകാം, പുറകോട്ടാകാം. ഇനി ഈ സമയങ്ങളിൽ അധികം വർക്കില്ല, അതായത് തേൻ ശേഖരിക്കുന്നില്ല. അപ്പോൾ ചിലപ്പോൾ 60 ദിവസം അതുക്കുള്ളോ ജീവിച്ചിരിക്കാം. എന്നാൽ ഒരു വേലക്കാരി ഈച്ചയുടെ ആവറേജ് പ്രായമെന്ന് പറയുന്നത് ജനിക്കുന്ന അന്ന് മുതൽ
ഏകദേശം 55 ദിവസം മാത്രമാണ്. അപ്പോൾ സാറേ ഒരു സംശയം, ഈ തേൻ നമ്മൾ എടുക്കുന്ന ഒരു ടൈം എങ്ങനെയാണ്? തേൻ എല്ലാ വർഷവും നമ്മുടെ തേൻ ഫെബ്രുവരി പകുതിയോട് കൂടിയാണ് തേൻ എടുക്കുന്നത്. ഒരു വർഷത്തിൽ ഒറ്റ സീസണേ ഉള്ളൂ. ഫെബ്രുവരി നല്ല കാലാവസ്ഥ, ഫെബ്രുവരി പകുതിക്ക് മുമ്പോ അത് റബ്ബർ തോട്ടങ്ങളിൽ നിന്നുള്ള പുതിയ ഇല ഉണ്ടാകുമ്പോൾ ആ ഇലയിൽ നിന്നാണ് തേൻ ഉണ്ടാകുന്നത്. ഞാനത് കാണിച്ചു തരാം. ഒരിക്കലും റബ്ബർ പൂവേന്ന് തേൻ ഉണ്ടാകുന്നില്ല. റബ്ബറിൻ്റെ ഉദാഹരണത്തിന് റബ്ബറെല്ലാം ശ്രദ്ധിക്കുന്നവർ കാണാം, ഇങ്ങനെ 3 ഇല നിൽക്കുന്ന, ഇത് റബ്ബറല്ല കേട്ടോ, 3 ഇല നിൽക്കുന്ന ഇവിടെ ഒരു മൊട്ടുണ്ട്. അവിടുന്ന് തേൻ പനച്ച് തുള്ളിയായിട്ട് വരുന്നതാണ്. അത് ജനുവരി കഴിയുമ്പോഴാണ് ഈ ഇല മൂക്കുന്നത്, പൊഴിഞ്ഞു വന്ന പുതിയ ഇല മൂക്കുന്നത്. ഫെബ്രുവരി പകുതി കഴിയുമ്പം അവിടെ തേൻ പൊട്ടിച്ച് വരും. ഈ തേനീച്ച ചെന്ന് കുടിച്ച് കൊണ്ടുവരും. അത് നേരെ വരികയില്ല, അത് കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഈച്ചയുടെ വായിലേക്ക് കൊടുക്കും. ആ ഈച്ച അത് കുടിച്ച പോലെ കാണിച്ചിട്ട് വേറൊരു ഈച്ചയുടെ വായിലേക്ക് കൊടുക്കും. ആ 3ാമത്തെ ഈച്ചയാണ് സെല്ലിനകത്ത് വെക്കുന്നത്. ശരി. അങ്ങനെ 3 കറക്കം കറങ്ങിയിട്ടാണ് ഇതിലുണ്ടാകുന്ന നെക്ടർ അഥവാ മധുരദ്രാവകം തേനായി മാറുന്നത്. ഇനി അത് ആ സെല്ലിനകത്ത് വെച്ച് കഴിഞ്ഞാലും ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ഈച്ചകൾ ചിറകടിച്ച് അതിലെ ജലാംശം കളഞ്ഞ്, അതൊരു വെളുത്ത ദ്രാവകം മാത്രമാണ് ഈ തേൻ എന്ന് പറയുന്നത്. അത് ജലാംശം കളഞ്ഞ് നിറം കുറുകി വരുമ്പോഴാണ് നമ്മളിന്ന് കാണുന്ന ഒറിജിനൽ തേനായി മാറുന്നത്. അപ്പോൾ നമ്മൾ ഈ തേൻ ഫെബ്രുവരി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു റീപ്ലേസ് ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു, അപ്പോൾ അതെങ്ങനെയാണ് നിറയ്ക്കുന്നതും ഓട്ടോമാറ്റിക്കായി? അതായത് ഞാനൊരു കാര്യം കൂടി കാണിച്ചു തരാം. ഇതാണ് ഹണി ചേമ്പറിനകത്ത് വെക്കുന്ന, ഇത് പഴയതാണ് കേട്ടോ, ഇത് അതുകൊണ്ടാണ് ഇങ്ങനെ ചില മോശമായിട്ടിരിക്കുന്നത്. ഹണി ചേമ്പറിനകത്ത് വെക്കുന്ന അടകൾ ഇതാണ്. ഈ അടകളുടെ സെല്ലിനകത്താണ് ഇത് നിറയ്ക്കുന്നത്. ഞങ്ങളാരും കർഷകരാരും ഇത് പിഴിയൊന്നുമില്ല, അത് നമ്മുടെ പഴയ രീതിയാണ്. ഇതിന് ഈച്ചയെല്ലാം മാറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എക്സ്ട്രാക്ടർ ഉണ്ട്. ആ എക്സ്ട്രാക്ടറിനകത്തേക്ക് 4, 3, 4, 2 അത് അവരുടെ അനുസരിച്ച് അട വെച്ച് ഇങ്ങനെ കറക്കി കഴിയുമ്പം വായുവിന് സമ്മർദ്ദം കൊണ്ട് ഈ സെല്ലുകൾക്കകത്തും തേൻ തെറിച്ച് മുഴുവൻ താഴെ വീഴും. അപ്പോൾ ഈ അടയ്ക്ക് യാതൊരു ഡാമേജും ഇല്ലാതെ ഞാൻ തിരിച്ചെടുത്ത് അതുപോലെ തന്നെ ആ ഹണി ചേമ്പൽ വെച്ച് തിരിച്ചുവിടെ വെക്കും. ഇവർ 3, 4, 5 ദിവസം കൊണ്ട് വീണ്ടും ഫിൽ ചെയ്തിരിക്കും. അതാണ് മുമ്പ് സാറിനോട് ഡോക്ടർ ചോദിച്ച ഒറിജിനൽ തേൻ എവിടെയെന്ന് ചോദിച്ചത്. ഒറിജിനൽ തേൻ ഇവരിങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. 4 മുഖം 5-ാം മുഖം ഇവർ തേൻ തരും. ഒരു സംശയങ്ങളുണ്ട്. ഇപ്പം ഒന്നിലധികം പെട്ടികൾ വെക്കുന്നവരുണ്ടല്ലോ, അപ്പോൾ ഈ ഈച്ചകൾ രാവിലെ പുറപ്പെട്ടു പോയിട്ട് തിരിച്ച് അതാത് പെട്ടിയിൽ തന്നെ ചേക്കേറുന്ന കാര്യം? തീർച്ചയായിട്ടും. ഇപ്പം നമ്മുടെ ഈ ഒരു പെട്ടിയാണല്ലോ ഈച്ചകൾ വന്ന് കയറുന്ന കാണുന്നുണ്ടല്ലോ. ഇതേ മുട്ടിച്ച് നിങ്ങൾ 4, 5 പെട്ടികൾ വെച്ചോളുക. ഈ ഇറങ്ങിപ്പോയ ഈച്ച തേനും ശേഖരിച്ച് പൂമ്പൊടിയും ശേഖരിച്ച് ഒരിക്കലും വഴിയേറ്റി വേറെ പെട്ടി കയറുകയില്ല. അഥവാ അറിയാതെങ്ങാനും കയറാൻ ചെന്നെങ്കിൽ അവിടെ ബിഗ് ഗോഡ്സ് എന്ന് പറഞ്ഞൊരു ഇനം ഈച്ചകൾ നിൽപ്പുണ്ട്. അവർ ഇവന്മാരെ ഓടിച്ചു കളയും, ഇവളുമാരെ ഓടിക്കും. അപ്പം അത് അവരുടെ ആ കൂടിൻ്റെ മണം അവർക്കറിയാം. മുട്ടിച്ച് വെച്ചാൽ പോലും. ഇനി മറ്റൊന്ന്, ഞാൻ വേറൊരു പെട്ടിയിൽ ഇതുപോലെ ഒരു അട എടുത്തുകൊണ്ട് ഈച്ചയോട് കൂടി അട കൊണ്ട് ഇവിടെ വെച്ചാൽ ഇവർ തമ്മിൽ കലഹം ഉണ്ടാവും. അങ്ങനെയുണ്ടോ? അപ്പൊ ഞാൻ ഇത് വേറെ പെട്ടിയിലെ അടയാന്ന് സങ്കല്പിക്കുക, ഇത്ര ഈച്ചയിലേ ഉള്ളൂ. ഞാനിതിലെ ഈ നിറഞ്ഞ പെട്ടിയിലേക്ക് കൊണ്ട് വെച്ചാൽ ഇവരെല്ലാം കൂടി ഇവരെ നിമിഷം കൊണ്ട് തുരത്തും. ഇവന്റെ ഒറിജിനൽ പെട്ടിക്ക് പോവുകയോ അല്ലെങ്കിൽ ഇവരെ കൊല്ലുകയോ ചെയ്യും. അങ്ങനെ സംവിധാനമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അവർ അങ്ങോട്ട് മാറി. സാറിന് ഞാനൊരു വായിച്ചറിഞ്ഞതോ കേട്ടറിഞ്ഞ ഒരു സംഭവമുണ്ട്. നമ്മുടെ മിലിറ്ററി സിസ്റ്റം ഇവരുടെ ഒരു തിയറി ആയിട്ടൊരു ബന്ധം. അതായത് ഭയങ്കര ചിട്ടയാണ്. ഒരു റാണിയെ അനുസരിച്ച് എല്ലാവരും നിൽക്കുക, റാണി കൊടുക്കുന്ന സിഗ്നൽ അനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കുക. ഇപ്പം നമുക്ക് ഇവർ കൂട് വിട്ടു പോകുന്ന രീതിയൊക്കെ ഉണ്ട്. അത് ഒറ്റ സിഗ്നലിന് ഒറ്റ പോക്കാം, ഇറങ്ങി കൂടി ഈ ഇങ്ങോട്ട് ചേർത്ത് പിടിച്ച് നോക്കിയോ. ഇതിനകത്ത് 10,000 ഈച്ച നിറഞ്ഞിരിക്കുമല്ലേ, 10,000 ഈച്ച. ആ ഈച്ചകളെല്ലാം കൂടെ ഒറ്റ സിഗ്നലിന് വിത്തിൻ സെക്കൻഡ്സ് പുറത്തിയാടുകയും അവർ പറന്ന് ഈ റാണിയോടൊപ്പം ദൂരേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ കൂട് ഒഴിഞ്ഞു പോകുന്ന രീതിയുണ്ട്. അത് കർഷകർക്ക് വലിയ നഷ്ടമാണ്. ഇനി ഞാൻ ഇവർ സമ്മതിക്കുകയും ഞാൻ ഇതിനകത്തൊരു അടയുടെ എടുത്ത് കാണിച്ചു തരാം. ഇത് ഹണി ചേമ്പറാണ്. നമ്മൾ വളരെ കെയർഫുള്ളായിട്ടാണ് ഈച്ചയെ സമീപിക്കേണ്ടത്. ഇല്ലെങ്കിൽ അവർ നമ്മളെ ഓടിച്ചിട്ട് പ്രത്യേകിച്ച് സീസൺ സമയത്ത് നല്ലപോലെ കുത്തു കിട്ടും. എൻ്റെ മുഖത്തൊക്കെ കുത്താറുള്ളതാണ്. ഞാൻ അതിനൊരു വെയിൽ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. ഇനി ഞാൻ ഈച്ചയെ ഒന്ന് എടുക്കുന്ന വിധം കാണിച്ചു തരാം. പയ്യെ സ്നേഹത്തോടെ ഒന്ന് ഊതുക. അവർക്ക് നോക്കരുത്, അവരറിയരുത്. കണ്ടോ, ഇതാണ് ബ്രൂഡ് ചേമ്പറിലെ ഈ അടഞ്ഞടഞ്ഞിരിക്കുന്നതെല്ലാം മുട്ടയും പുഴുക്കളുമാണ്. പുഴുവിൽ വിരിയാനുള്ള ഈച്ച വിരിയാനുള്ള പുഴുക്കൾ റാണി ഇട്ട് വെച്ച്. നമുക്ക് ഇതേലെ റാണി ഉണ്ടോ ഞാൻ നോക്കട്ടെ. ഈ സാധാരണ കാണുന്ന ഈച്ചയുടെ ഒരു 2.5 ഇരട്ടി കൂടുതൽ വലിപ്പം കാണും.
ഒരു റാണിക്ക് മുഴുത്ത വയറുമായിട്ട് നടക്കുന്ന കാണാം. അവർക്ക് ശകലം നിറവ്യത്യാസമൊക്കെ ഉണ്ട്. നമുക്കൊരു ഗോൾഡൻ കളർ വെച്ച് കൂടുതലാണ് ഇവരെക്കായാലും. ഇതിന് നമ്മൾ ഇവിടെ പറയുന്നത് ഞൊടിയൽ തേൻ എന്ന് പറയും. ഞൊടിയൽ തേൻ മൊത്തത്തിൽ 5 തരം തേനീച്ചകളാണുള്ളത്. ഒന്ന് പെരുന്തേൻ, വലിയ മരത്തേനെ മുകളിൽ കിടക്കുന്നത്. പിന്നെ നമ്മുടെ പിന്നെ ഇറ്റാലിയൻ തേനീച്ച, അത് നമ്മുടെ ഇവിടെയുള്ള കാലാവസ്ഥ കൊണ്ടൊക്കെ അത് സക്സസ് ആകുന്നില്ല. പിന്നെ കോൾത്തേൻ എന്ന് പറയുന്ന ചെറിയ തേനീച്ച, അത് ശകലേ ഉള്ളൂ, അത് നമ്മൾ വളർത്താൻ പറ്റിയല്ല. പിന്നെ ചെറുതേന്. അങ്ങനെ 5 ഇനം ഈച്ചകളാണ് ഉള്ളത്. കേട്ടോ, നിറയെ ഇരിക്കുന്നത്. ഇവരോടുള്ള സ്നേഹത്തോടെ നിൽക്കണം. ഞാൻ ഇതിൻ്റെ മറുവശത്തോടെ കാണിച്ചു തരാം. ഈ അടഞ്ഞിരിക്കുന്നതെല്ലാം വിരിയാറായിരിക്കുന്ന മുട്ടകളാണ് ഇതെല്ലാം. കണ്ടോ, ഇതിനകത്ത് റാണി എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ വേറെ അടയിലായിരിക്കും. നമ്മൾ ഇങ്ങനെയൊക്കെ സ്നേഹത്തോടെ നിൽക്കാനൊരു താല്പര്യം ആ രീതിയിലേക്ക് വരണം. സാറിനോടുള്ള സ്നേഹമാണെന്ന് തോന്നുന്നു. എന്നെ ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ല. ഇത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്തിട്ട് പോയി. അതാണ് നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കുക, ഇത്രയും സ്നേഹിക്കുക. പിന്നെ എനിക്ക് പുതിയ തലമുറയോടൊക്കെ പറയാനുള്ളത്, ഇത് ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോടൊക്കെ ഒത്തിരി പറയാറുണ്ട്. നമ്മൾ എന്തോരം സമയം വേസ്റ്റാക്കി കളയുന്നു, പ്രത്യേകിച്ച് ആവശ്യമില്ലാതെ മൊബൈലിലൊക്കെ കളഞ്ഞു. നിങ്ങളൊരു പെട്ടി 2 പെട്ടി 4 പെട്ടി തേൻ വീട്ടിൽ കൃഷി ചെയ്യൂ. നമ്മളെ കാത്താരോ ഇരിക്കുന്നു എന്നൊരു വികാരം നമുക്കുണ്ടെങ്കിൽ നമുക്ക് വേറെ വഴിക്ക് പോകാൻ പറ്റിയല്ല. നമ്മൾ ഓടി നമ്മുടെ കാത്തിരിക്കുന്നവരുടെ അടുത്തേക്ക് വരും. അതാണ് എൻ്റെ പോളിസി. അപ്പോൾ ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോടൊക്കെ പറയാറുണ്ട്, നിങ്ങളുടെ വേസ്റ്റ് ടൈം നിങ്ങൾ ഈ തേനീച്ച പുറകെ നടക്കുക. 30 ദിവസങ്ങൾ ഞാൻ എൻ്റെ ഈ പറമ്പിരിക്കുന്നതെല്ലാം രാവിലെ ഒന്ന് ഓടി നടക്കും, വൈകുന്നേരം വരുമ്പോഴേ ഒന്ന് ഓടി നടന്ന് നോക്കും. അപ്പോൾ എൻ്റെ ചിന്തകൾ മുഴുവൻ എൻ്റെ തേനീച്ചയെക്കുറിച്ചാണ്. പിന്നെ ഇതൊരു എക്സ്ട്രാ ഇൻകവും കൂടിയാണ്. 100 കിലോ തേൻ ഉൽപ്പാദിപ്പിച്ചാൽ ഞാൻ മാത്രമാണ് ചെയ്യുന്നത്. ഞാനൊരു 100-150-200 കിലോ തേൻ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കും. അതുകൊണ്ട് എനിക്ക് സമയക്കുറവുള്ളതാണ്, മടുക്കും. നമ്മൾ വേറെ കടമ്പയും അത് ഒരു വരുമാനമല്ലേ. 300 രൂപ 350 രൂപയ്ക്കാണ് നല്ല ശുദ്ധമായ തേൻ. അപ്പോൾ മഴക്കാലത്തുള്ള സംരക്ഷണമൊക്കെ വെച്ച് പാടുള്ളൂ. അതൊരു ഹോബിയായിട്ട് കൂട്ടണം, ലാഭമായിട്ട് കൂട്ടണം, ഹോബി. അപ്പോൾ ഒരു കുപ്പി തേനിന് 350 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അത് ലാഭമല്ലേ. 100 കിലോ വിറ്റാൽ 3500 35,000 കിട്ടിയില്ലേ. എന്തുകൊണ്ടാണ് ചെറുപ്പക്കാർ പിള്ളേർ അത് നേടാത്ത? ഇനി പറമ്പും സ്ഥലമൊന്നും വേണ്ട, 3 സെന്റ് ഉള്ളവരും അല്ലെ വല്ലവരും പറമ്പ് വെച്ചാൽ മതിയല്ലോ. പറമ്പുള്ളവരും അവിടെ കൂടെ വെച്ചേക്കണം. പിന്നെ ഇത് സംരക്ഷിച്ചാൽ പോരെ. പിന്നെ സാറേ, വരുമാനത്തിന് പുറമെ ഇത് നമ്മുടെ പ്രകൃതിയോടൊരു വലിയൊരു സ്നേഹമല്ലേ. ഇതാണ് ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം. അതായത് പരാഗണം നടക്കുന്ന മുഴുവനും ഇതുകൊണ്ടാണ്. ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, 4 വർഷം തേനീച്ചകൾ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമാകട്ടെ, 5-ാം വർഷം തൊട്ട് ഭൂമി മരുഭൂമിയാകുന്നു പരാഗണങ്ങളില്ലാതെ. അത് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ശാസ്ത്രം മനസ്സിലാക്കണം. അപ്പൊ ജീവന്റെ നിലനിൽപ്പിന്റെ പ്രധാന ഘടകങ്ങളിലാണ് തേനീച്ചയാണ്. അപ്പൊ നമ്മുടെ അങ്ങനെ ഇപ്പൊ വരുമാനത്തിന് പുറമെ ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ ഒരു വലിയ അനുഗ്രഹവും കിട്ടും. അതെ, ഖുറാനിൽ പറയുന്നുണ്ട്, ഞാൻ വാക്ക് വിട്ടുപോയി, തേനിനെ കുറിച്ച് വാക്ക് പറയുന്നുണ്ട്, ദൈവം നൽകിയിരിക്കുന്ന ദാനമാണെന്ന് അവര് പറഞ്ഞ വാക്ക് പറയുന്നുണ്ട്. ശരിയാ. ഈജിപ്തിലെ പിരമിഡുകൾ നമ്മുടെ കണക്ക് നോക്കുകയാണെങ്കിൽ 5000 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. 5000 അത് കൂടുതലായി. 5000-6000 വർഷങ്ങൾക്ക് മുമ്പുള്ള പിരമിഡ്. ആ പിരമിഡിലുള്ള കാലത്തും തേനിൽ മുക്കിയാണ് അവർ ഡെഡ് ബോഡികൾ സൂക്ഷിച്ചിരുന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിപുരാതനം 5000-6000 വർഷങ്ങൾക്ക് മുമ്പേ തേനും തേനീച്ചയും കർഷകർക്ക് പരിചിതമാണ്. എൻ്റെ ചെറുപ്പക്കാരായ പിള്ളേരോടും വെറുതെ ഇരിക്കുന്നവരൊക്കെ എനിക്ക് പറയാനുള്ളത്, വേണ്ട, ഇതൊരു അവൺസ് നമ്മൾ കഴിക്കുക. ഒറിജിനൽ നമ്മൾ ഇന്നെല്ലാം കഴിക്കുന്നെല്ലാം വിഷാംശങ്ങളല്ലേ. ആ വിഷാംശമെല്ലാം നോക്കുന്നു. ഇതിന് ഒത്തിരി ഔഷധ ഗുണങ്ങളുണ്ട്. അപ്പോൾ പറയാൻ സമയക്കുറവുള്ളതുകൊണ്ട് ഒത്തിരി ഔഷധ ഗുണങ്ങളുണ്ട്. ഇതിലവിടെ ചേർത്ത് ഞാനൊരു പുസ്തകം രചിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ കുറച്ചും കൂടെ ജനങ്ങളിലേക്ക് എത്തും. ഞാൻ തിരിച്ചു വെച്ചാൽ കണ്ടോ, ഒരു ഈച്ച കൂടെ നമ്മളെ കുത്തുന്നില്ല. എന്നെ ഉപദ്രവിച്ചിട്ടില്ല. അവരവരുടെ ജോലി ചെയ്യുന്നു. വെക്കുന്ന ശ്രദ്ധിച്ചാൽ മാത്രം മതി. സാറേ, ഒരു സംശയം, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു സഹായം ഞങ്ങൾക്ക് ആർക്കും കിട്ടാറില്ല. അതുകൊണ്ടൊന്നും ഹോർട്ടികോർപ്പുകാർ സഹായം തരുമെന്നൊക്കെ പറയും, സബ്സിഡി തരുമെന്ന് പറയും. സബ്സിഡിയിൽ 2 ഉണക്കയടയായിട്ട് അവർ വരും. ജനുവരി വരും. കുറ്റം പറയുന്നല്ല, ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ജനുവരിയിലൊക്കെ ഇത് 2 അട കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ഒക്ടോബറിലാണ് 2 അട കിട്ടുന്നെങ്കിൽ, 2 അട ഈച്ചും കിട്ടുന്നെങ്കിൽ നമുക്കത് വളർത്തിയെടുക്കാം. അല്ല, ഞാൻ പറഞ്ഞത് പ്രകൃതിയുടെ നിലനിൽപ്പിന് തന്നെ അതിന് സർക്കാരൊന്നും ഒരു പ്രോത്സാഹനം കുറച്ചും കൂടെ ഒരു വലിയൊരു ചെയ്യേണ്ടതാണ്. വേറെ എന്തിലാവോ സർക്കാർ ചെയ്യുന്നു. ഇങ്ങനെ തേനീച്ച കർഷകർ ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ എനിക്ക് ഈ വർഷം ഒരു 10 പെട്ടി ഇതുപോലെ പെട്ടി ഒഴിഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ എൻ്റെ നഷ്ടമല്ലേ. അപ്പോൾ അതുപോലെ ഞങ്ങൾ നോക്കി. എന്നെപ്പോലെ 23 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഞാൻ. എന്നിട്ട് പോലും നമ്മൾ ഇതുപോലെ ശ്രദ്ധിച്ചിട്ടും പെട്ടി ഒഴിഞ്ഞു പോകുന്നു, കാലാവസ്ഥ കൊണ്ട്, മറ്റെന്ത് അൺനോൺ റീസൺ. അപ്പോൾ അതിനൊക്കെ സർക്കാർ സഹായിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം പേപ്പർ കണ്ടിരുന്നു, നമ്മുടെ ഈ പത്തനംതിട്ടയ്ക്ക് അപ്പുറം കണ്ടാണ്, കൈതത്തോട്ടത്തിൽ മറ്റേ വിഷം അടിച്ചിട്ട് അയാളുടെ തേനീച്ച മുഴുവൻ ചത്തുപോയി. 36 പെട്ടി തേനീച്ചയാണ് അയാൾ ചത്തുപോയത്. അതായത് കൊട്ടയ്ക്ക് കൊരാകുമ്പോൾ ഈച്ച ചത്ത് കിടക്കുകയാണ്. ആ മനുഷ്യൻ നിലവിളിക്കുന്നുണ്ട്. ലക്ഷങ്ങളായാണ് പോയത്. ഒരു സഹായം പഞ്ചായത്തിൽ നിന്ന് സർക്കാരിൽ നിന്ന് കിട്ടുന്നില്ല. സർക്കാർ പ്രോത്സാഹിപ്പിക്കണം എന്നെനിക്ക്
ഒരു അഭിപ്രായം പറയണം. പഞ്ചായത്ത് തലത്തിൽ പക്ഷെ നമ്മുടെ കാഞ്ഞിപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് അവർ കഴിഞ്ഞ വർഷമൊക്കെ കുറച്ച് തേനീച്ചപ്പെട്ടി കൊടുത്ത് സഹകരിക്കുന്നതുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിച്ച് നല്ല പഠിപ്പിച്ച് ഇതുണ്ടാവട്ടെ, നമ്മുടെ നാട് നന്നാവട്ടെ, നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ. പുതുതലമുറ കൂടെ ഈ എല്ലാ കർഷകരെയും സംരക്ഷിക്കണം, ഒപ്പം തേനീച്ച കർഷകരെയും പരിഗണിക്കേണ്ടത് ഒരു പ്രധാന ഘടകമാണ്. കൊക്കോള കുടിച്ച് കൊച്ചുങ്ങളുടെയൊക്കെ വയറ് കളയാതെ ആ ഒരു സ്പൂൺ തേൻ ഒഴിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചേ, ഫോർ എവർ നല്ല ഹെൽത്തായിരിക്കും. കൊച്ചുങ്ങൾക്ക് ജനിച്ചു വീഴുന്ന കൊച്ചുങ്ങളുടെ പഴയകാലത്തെ രീതിയാണ് മോതിരവും തേനും സ്വർണവും തേനും അരച്ചു കൊടുക്കുക. ആ തേനാണ് ഞാൻ ഉത്പാദിപ്പിക്കുന്ന ഒറിജിനൽ തേൻ. ജനിച്ചു വീഴുന്ന കൊച്ചിനെ നാക്കത്തോട്ട് കൊടുക്കുക, അത്രയും ശുദ്ധവും പരിശുദ്ധവും. അതാണ് കർഷകർ എല്ലാവരും ചെയ്യുന്നത്. അതിനകത്ത് യാതൊരു മാലിന്യവും ഇല്ല. സാറേ, ഒരുപാട് സന്തോഷം. അപ്പം ഇത്രയും വിലയേറിയ അഭിപ്രായങ്ങൾ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് നൽകിയതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇനിയും സാറിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വരുന്നതാണ്. ഇനി മീൻ കൃഷിയുണ്ട്, അതുകൂടാതെ മറ്റ് കൃഷികളുണ്ട്. ഇതെല്ലാം ഓരോ ഘട്ടങ്ങളായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു തരണം. ഇത്രയും വിലയേറിയ സമയം കണ്ടെത്തി ഇത്രയും വളരെ മനോഹരമായ രീതിയിൽ അത് അവതരിപ്പിച്ചു, അതിൻ്റെ ഒരു വലിയ കാര്യം. തികച്ചും എൻ്റെ നാടിൻ്റെ കലാകാരൻ എന്ന പ്രോഗ്രാമിലേക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സാർ. ഒരു വാക്ക് എല്ലാവരെയും ഞാൻ തേനീച്ച കർഷകരിലേക്ക് ക്ഷണിക്കുകയാണ്. മധുരമുള്ള ഓർമ്മകൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാവട്ടെ. താങ്ക് യു. ഓക്കെ. ഈശ്വരൻ്റെ അനുഗ്രഹം എന്നും കിട്ടട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തും. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. താങ്ക് യു.